അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ രോഹിത്തേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ മലയാളീസ് എല്ലാവരും കൂടി സർപ്രൈസായിട്ട് ഒരു തട്ടിക്കൂട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അണിയറയിൽ പാചക പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എത്തിയതുകൊണ്ട് തന്നെ ചക്കി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കേശുവിൻ്റെ കൂടെ ഹാപ്പിയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് നമ്മൾ ഇന്ന് ഡിന്നറിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നെയ്ച്ചോറ് നേരത്തെ തന്നെ ആയിരുന്നു. ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണികളെല്ലാം പെട്ടെന്ന് തീർത്ത് നമ്മൾ മെയിനായിട്ടുള്ള ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിക്കവാറും എല്ലാ പരിപാടിയും പോലെ തന്നെ പോപ്പർ ചതിച്ചു. അങ്ങനെ തുടക്കത്തിൽ തന്നെ ചീറ്റിയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ബാക്കി കലാപരിപാടികൾ തുടങ്ങി കേട്ടോ. ചീറ്റിപ്പോയ പോപ്പറിൻ്റെ ആത്മാവ് വരെ കുലുക്കി പുറത്തെടുക്കുകയാണ് കേട്ടോ അഭിജിത്തേട്ടൻ. ചീറ്റിപ്പോയതിൻ്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേഹയുടെ വക പ്രിയതമനൊരു സ്നേഹോപഹാരം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ നമ്മുടെ ഡോഗ് സ്ക്വാഡിൻ്റെ മെയിൻ നകുലൻസി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രോഹിത്തേട്ടൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ഞാനൊട്ടും ലേറ്റ് ആയില്ലല്ലോ എന്ന ഭാവത്തിൽ ജിഷ്ണുവേട്ടൻ്റെ എൻട്രി. വാചകോടി കഴിഞ്ഞെങ്കിൽ ഈ കേക്കൊന്ന് കട്ട് ചെയ്യാമായിരുന്നു എന്ന ഭാവത്തിലാണ് ഇപ്പോൾ രോഹിത്തേട്ടൻ്റെ നിപ്പ്. ആളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറമെ ചിരിയാണെങ്കിലും മനസ്സിലിതാണ് സംഭവം. അങ്ങനെ ഒരു ഫാമിലിയായി ഹാപ്പിയായി കേക്ക് കട്ട് ചെയ്യുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവരുടെ ചെറിയൊരു ഫാമിലി ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേശുവിന് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സർപ്രൈസായിട്ട് നേഹ അടുത്ത ഗിഫ്റ്റും കൊണ്ടുവന്നത്. രോഹിത്തേട്ടനൊരു വാച്ചായിരുന്നു അവൾ കൊടുത്തത്. ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് കേക്ക് കൊടുക്കുന്ന തിരക്കിലായിരുന്നു രോഹിത്തേട്ടൻ. അതിനിടയ്ക്ക് കേശു വേറെ ഗിഫ്റ്റ് കൊണ്ടുവന്നു. അതും രോഹിത്തേട്ടൻ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വന്ന എല്ലാവർക്കും കേക്ക് കൊടുത്തേ ഇനി ഗിഫ്റ്റ് മേടിക്കൂ എന്ന വാശിയോടെ കേക്ക് കൊടുത്ത് മുന്നേറുകയാണ് രോഹിത്തേട്ടൻ. അങ്ങനെ ഞങ്ങളുടെ പ്രതിനിധി കേശുവിൻ്റെയും പിന്നെ നേഹയുടെയും ഗിഫ്റ്റ് കൈപ്പറ്റി അത് കയ്യിൽ കെട്ടി ട്രയലും ചെയ്തു നോക്കി നമ്മളെല്ലാവരും കൂടി അടുത്ത സെഗ്മെൻറ്റിലോട്ട് കടന്നു കേട്ടോ. അടുത്ത സെഗ്മെൻറ്റാണ് മെയിൻ, പറയണ്ടല്ലോ, ഫുഡ്. നെയ്ച്ചോറിൻ്റെ മൊഞ്ചും കൂട്ടിയെടുത്ത് നമ്മളങ്ങനെ സെർവിങ് സെഗ്മെൻറ്റിലോട്ട് കടന്നിരിക്കുകയാണ്. സെർവിങ്ങിലോട്ട് എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാവരും സീറ്റും പിടിച്ച് റെഡി ആയിരിക്കുകയാണ്. ഒട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാവരും സെൽഫ് സർവീസിങ്ങിൽ അങ്ങ് കൂടി കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ഡീസൻ്റായി അഭിനയിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മനോഹരമായ നമ്മുടെ പട്ടാളം ഫാമിലിയിലെ ഒരു ദിവസവും കൂടി കടന്നുപോയി കേട്ടോ.